കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. ശ്ലോകം 8 നമുക്ക് ചെയ്യേണ്ടത്. സ്തുതി തുടരുകയാണ് കേട്ടോ. യസ്യാ സമസ്തസുരതാ സമുദീരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി സ്വാഹാസി സാ പിതൃഗണസ്യ ച തൃപ്തിഹേതോരുച്ചാര്യസേ ത്വമത ഏവ ജനൈ സ്വഥാ ച. ഇവിടെ ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞുല്ലോ, ഒരു മറ്റേ ഇതിൽ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ ഇതിനു മുമ്പേ സ്വാഹയും സ്വധയും ഒക്കെ ഭഗവതി തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അതന്നെയാണ് ശരിക്കും സെയിം തിങ് തന്നെയാണ് ഇതിലും പറയണത് കേട്ടോ. ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം പറയാം. സാ സ്വാഹ ത്വം അസി. ആ സ്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം, അതായത് നമ്മൾ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ എന്നൊക്കെ നമ്മൾ നേദിക്കുമ്പോൾ അങ്ങനെ പറയൂലോ. പഞ്ചപ്രാണൻ്റെ പേര് പറഞ്ഞിട്ട് സ്വാഹ പറയൂലോ. ആ മന്ത്രം, സ്വാഹ എന്നുള്ള മന്ത്രം ഭഗവതിയാണ്. ഇതിനു മുമ്പേ പറഞ്ഞുല്ലോ, ത്വം സ്വാഹ ത്വം സുധ ഒക്കെ പറഞ്ഞുല്ലോ. പിന്നെ സ്വധ മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു ശ്ലോകത്തിൽ, ത്വം സ്വാഹ ത്വം സ്വധ എന്നൊക്കെ പറഞ്ഞു. അതന്നെ പറയണേ. തഥ ഏവ, അതേപോലെ ഇതിപ്പോൾ ദേവന്മാർക്ക് വേണ്ടിയാണ് നമ്മൾ സ്വാഹ എന്ന് പറയുന്നത്. പിതൃക്കൾക്കോ പിതൃഗണസ്യ ച തൃപ്തിഹേതോ, പിതൃഗണങ്ങൾക്ക് തൃപ്തിക്ക് വേണ്ടിയിട്ട്, ദേവന്മാരുടെ തൃപ്തിക്ക് വേണ്ടി സ്വാഹ എന്ന മന്ത്രവും, പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ടി എന്ത് ജനൈഹി ത്വം സ്വധ ഇതി ച ഉച്ചാര്യസേ, ജനങ്ങളാൽ സ്വധ എന്ന മന്ത്രവും ഉച്ചരിക്കപ്പെടുന്നു. സ്വധാം തർപ്പയാമി, നമ്മൾ പിതൃക്കൾക്ക് പിന്നെ അർപ്പിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, സ്വധാം തർപ്പയാമി എന്നല്ലേ പറയുക. അതാണ് പറഞ്ഞത്. പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളൊക്കെ സ്വധ എന്നത് ഉച്ചരിക്കപ്പെടുന്നതും അത് രണ്ടും നിന്തിരുവടിയാണ്. അതായത് ചുരുക്കത്തിൽ ഇത് ഈ ശ്ലോകത്തിൽ അത്രേ പറയാനുള്ളൂ ശരിക്കും. അതായത് ദേവന്മാർക്കും പിതൃക്കൾക്കും സംതൃപ്തി നൽകുന്ന മന്ത്രങ്ങളാണ് സ്വാഹയും സ്വധയും. നമ്മൾ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് സ്വാഹ എന്നും സ്വധ എന്നും. ആ മന്ത്രങ്ങളും ഭഗവതി തന്നെയാണ്. അതായത് ഭഗവതിയുടെ രൂപങ്ങൾ തന്നെയാണ് അതും എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഭഗവതി തന്നെയാണ് മന്ത്രം കൊണ്ട് ഭഗവതി മന്ത്രസ്വരൂപിണിയായിട്ട് എങ്ങനെ ദേവസ്വരൂപിണിയായിട്ട് അത് സ്വീകരിക്കണു, പിതൃസ്വരൂപിണിയായിട്ട് അത് സ്വീകരിക്കണു. അപ്പം എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ പറയുമല്ലോ ത്രിപുടി മുടിയ എന്നൊക്കെ, അതായത് പ്രാർത്ഥിക്കണ ആളും പ്രാർത്ഥനയും പ്രാർത്ഥിക്കപ്പെടുന്ന ആളും ഒക്കെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ബ്രഹ്മ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ദേവിയാണ് എടുക്കണ വെച്ചാൽ, ദേവി എന്ന ശക്തി അല്ലാതെ രണ്ടാമതൊരു ശക്തി ഇല്ല. അതിലേക്ക് തന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് വരണത്. അതാണ് പറയുന്നത്, സ്വാഹയും ദേവിയാണ്, സ്വധയും ദേവിയാണ്, ഒക്കെ ആ മന്ത്രങ്ങളൊക്കെ ദേവിയാണ്. ആരെ തൃപ്തിപ്പെടുത്താനാണ്? ദേവന്മാരെ തൃപ്തിപ്പെടുത്താനും പിതൃക്കളെ തൃപ്തിപ്പെടുത്താനും. അപ്പം അവരും ശരിക്കും ദേവിയുടെ സ്വരൂപം തന്നെയാണ്. മീൻസ് ദേവിയുടെ ചൈതന്യമാണല്ലോ പിന്നെ എല്ലാവർക്കും ഉള്ളത്, ദേവന്മാർക്കും ഒക്കെ. അപ്പോൾ ഇനി 8 വായിച്ച് 9 പോവാം. യസ്യാ സമസ്തസുരതാ സമുദീരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി സ്വാഹാസി സാ പിതൃഗണസ്യ ച തൃപ്തിഹേതോരുച്ചാര്യസേ ത്വമത ഏവ ജനൈ സ്വഥാ ച. ഇനി 9. യാ മുക്തിഹേതുരവിചിന്യ മഹാപ്രഭാവൈഃ അഭ്യസ്യതേ സുനിയതേന്ദ്രിയ സത്വസാരൈഃ മോക്ഷാർത്ഥിഭിർമുനിഭിരസ്ത ദോഷൈർവിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി. ഇതിലും
കുറച്ചും കൂടിയും പറയാം കേട്ടോ. നമുക്ക് അർത്ഥം നോക്കാം. ദേവി മുക്തിഹേതുഹു, മുക്തിക്ക് കാരണമായി. പിന്നെയോ അവിചിന്യ മഹാപ്രഭാവൈഹി, നമുക്ക് നമ്മയുടെ ചിന്തയ്ക്ക് അതീതം, അതായത് ബിയോണ്ട് കോംപ്രിഹെൻഷൻ, നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര മഹാപ്രഭാവം, അതാണ് അവിചിന്യ മഹാപ്രഭാവൈഹി. പരമ ഭഗവതി ദേവി യാ വിദ്യ അസി, അതായത് പരമപദം നൽകുന്നതും ജ്ഞാനവൈരാഗ്യം നൽകുന്നതും പിന്നെയോ പ്രകാശസ്വരൂപിയും ഒക്കെ ആയ ആ വിദ്യ ഭഗവതി തന്നെയാണ്. അവിദ്യയാണ്, വിദ്യ ഭഗവതിയാണ്. സാ ത്വം ഹി, ആ വിദ്യ ഭഗവതി തന്നെയാകുന്നു. ഈ പറഞ്ഞ വിദ്യ ഏത്? എല്ലാവർക്കും ബ്രഹ്മപദം നൽകുന്നതും ജ്ഞാനവൈരാഗ്യം നൽകുന്നതും പ്രകാശസ്വരൂപവുമായിട്ടുള്ള ആ വിദ്യ ഭഗവതി തന്നെയാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അസ്തസമസ്ത ദോഷൈഹി, ദോഷങ്ങളെല്ലാം, അതായത് രാഗാദി ദോഷങ്ങളൊക്കെ അസ്തമിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? രാഗാദി ദോഷങ്ങൾ അസ്തമിക്കുക എന്താ അർത്ഥം? രാഗാദി ദോഷങ്ങളെല്ലാം അസ്തമിച്ചവരായി എന്ന് പറഞ്ഞാൽ അതെല്ലാം നീക്കപ്പെട്ടവരായി. രാഗാദി ദ്വേഷങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടവരായി. സുനിയേന്ദ്രിത തത്വസാരൈഹി, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായി. പിന്നെ തത്വസാരം അറിഞ്ഞവരായി. സുനിയേന്ദ്രിത പറഞ്ഞാൽ എന്താ? സുനിയേന്ദ്രിത മീൻസ് വേണ്ട പോലെ ഇന്ദ്രിയങ്ങളെ പെട്ടത്, അതായത് ഇന്ദ്രിയ ജയം ഉള്ളവരെ തന്നെയാണ് അർത്ഥം, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരെ. പിന്നെ തത്വസാരൈഹി, അതായത് ബ്രഹ്മജ്ഞാനം ഉദിച്ചവരായി. അതായത് ബ്രഹ്മജ്ഞാനം ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മം തന്നെ അറിയേണ്ട അറിവിൽ ബ്രഹ്മമാണ് അതിൻ്റെ സാരം. അതായത് ബ്രഹ്മം അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ഏതറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് അതാണ് ബ്രഹ്മം. പിന്നെ ഒന്നും അറിയാനില്ല. അത് ബ്രഹ്മം അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. ബ്രഹ്മമാണ് എല്ലാറ്റിൻ്റെയും സാരം, എല്ലാറ്റിൻ്റെയും സബ്സ്ട്രാറ്റം എന്നുള്ള ജ്ഞാനം ഉദിച്ചവരായി. അതാണ് സുനിയന്ത്രിത തത്വസാരയി പറഞ്ഞില്ലേ? അതായത് ഇന്ദ്രിയജയം വന്നവരും ജ്ഞാനം ഉദിച്ചവരും എന്നർത്ഥം. അതാണ് ജ്ഞാനം. ഏത്? ബ്രഹ്മം ആണ് എല്ലാറ്റിൻ്റെയും സബ്സ്ട്രാറ്റം, ബ്രഹ്മമാണ് ഇവിടെ എല്ലാറ്റിനും സാരം എന്ന് മനസ്സിലാക്കിയ ആൾ. മോക്ഷാർത്ഥിഭിഹി, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരായി അല്ലെങ്കിൽ കാക്ഷിക്കുന്നവരായി. മുനിഭിഹി അഭ്യസ്യതേ, മുനികളാൽ ഭവതി അഭ്യസിക്കപ്പെടുന്നു. അതായത് ഇപ്പോൾ ഒന്നിച്ച് നമ്മൾ പറയാച്ചാൽ അല്ലയോ ദേവി, എല്ലാം കൂടി നമുക്ക് പറയാം. അപ്പോൾ പറഞ്ഞത് ഈ രാഗദ്വേഷാദി എല്ലാ ദോഷങ്ങളും നശിച്ചവരായി, ഇന്ദ്രിയ ജയം വന്നവരായി, അറിയേണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനമായത് അല്ലെങ്കിൽ സാരമായുള്ളത്, അറിയേണ്ട കാര്യങ്ങളിൽ ഏറ്റവും സാരമായത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയവരും, ഇന്ദ്രിയ ജയം ഉള്ളവരും, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും, രാഗദ്വേഷാദികൾ നശിച്ചവരും, പിന്നെയോ മുമുക്ഷുക്കൾ പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നവരും, മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധം പ്രഭാവം അഥവാ അത്ര പ്രഭാവമുള്ള മുനിമാർ യാതൊരു വിദ്യ അഭ്യസിക്കപ്പെടുന്നുവോ ആ മുക്തിക്ക് കാരണവും പരമവിദ്യയും ഭവതി തന്നെ. മീൻസ് എല്ലാ വിദ്യയുടെയും പരാവിദ്യയും അപരാവിദ്യയുണ്ട്. പരാവിദ്യ പറഞ്ഞാൽ എന്താ? ബ്രഹ്മജ്ഞാനം. ബാക്കിയെല്ലാം അപരാവിദ്യയാണ്. നമ്മൾ പഠിക്കണ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഹിസ്റ്ററിയും എല്ലാം അപരാവിദ്യയാണ്. പരാവിദ്യ പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ് എന്നർത്ഥം. ആ പരാവിദ്യ പറഞ്ഞാൽ അൾട്ടിമേറ്റ് നോളേജ്. അതെന്താ? ബ്രഹ്മജ്ഞാനം. ഞാൻ ബ്രഹ്മാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവട്ടോ. അതാണ് ഏത്? പരാവിദ്യ. ബാക്കിയൊക്കെ അപരാവിദ്യയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവമാകുന്ന ആ അവസ്ഥയാണ് ഏത്?
പരാവിദ്യ അറിയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ആ അങ്ങനത്തെ പരമവിദ്യ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് നോളേജും അല്ലെങ്കിൽ എന്താ ആ അൾട്ടിമേറ്റ് ജ്ഞാനസ്വരൂപിണിയും ഭഗവതിയാണ്. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിന്നെ ശമദമാദി അനുഷ്ഠിക്കുന്നവർ എന്നാണ്. അപ്പം ശമം എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ ഇന്ദ്രിയ ജയമാണ്, ഒന്ന് മനസ്സിനെ ജയമാണ് ശമവും ദമയും. പിന്നെ അതായത് പരമമായതും ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്നതുമായ വിദ്യ ഭവതി തന്നെ. അങ്ങനെ ആ ഒരിക്കലും നാശമില്ലാത്ത ആത്മാവിനെ അറിയുന്ന വിദ്യയാണ് പരാവിദ്യ എന്നർത്ഥം. വേറൊരു തരത്തിൽ പറയാച്ചാൽ ഒരിക്കലും നാശമില്ലാത്ത ആ ആത്മാവിനെ അറിയുന്ന വിദ്യയ്ക്കാണ് പരാവിദ്യ പറഞ്ഞാൽ. അതറിഞ്ഞാൽ ഇനി അറിയേണ്ടതായിട്ട് ഒന്നുമില്ല എന്നാണ് വേദങ്ങൾ പറയണത്. അതായത് യജ്ഞാത്വ സർവമിതം വിജ്ഞാതം ഭവതീന്ന്. അതറിഞ്ഞാൽ അറിയേണ്ടതായിട്ട് ഒന്നുമില്ല, അതിനെയാണ് പരാവിദ്യ പറയണത്. അത് ജ്ഞാനപ്രകാശ സ്വരൂപമാണ്, മുക്തിക്ക് കാരണമാണ് ആ വിദ്യ അല്ലേ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, രാഗദ്വേഷണങ്ങളെ ഒക്കെ അകലണം വെച്ചാൽ നമുക്ക് ഈ നമ്മൾ പറയും എന്താ അറിയോ, എന്താണ് സാധനാ ചതുഷ്ടയം എന്ന് പറയും. 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നിത്യാനിത്യ വിവേകം, അതായത് ഏതാണ് നിത്യം ഏതാണ് അനിത്യം. ഏതാ നിത്യം? ഒന്നേ ഉള്ളൂ, ആത്മാവ്. ബാക്കിയൊക്കെ അനിത്യമാണ്, എല്ലാതും അനിത്യമാണ്. ആത്മാവ് മാത്രമേ നിത്യമുള്ളൂ. അപ്പോൾ അതാണ് നിത്യാനിത്യ വിവേകം ചെണ്ട. അതായത് നിത്യവും അനിത്യവും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ വിവേകത്തിനെയാണ് പറയുക. അല്ലെങ്കിൽ ആത്മാവും അനാത്മാവും ഏതാണെന്ന് അറിഞ്ഞ് ആ പവർ ഓഫ് ഡിസ്ക്രിമിനേഷനാണ് നിത്യാനിത്യ വിവേകം എന്ന് പറയുന്നത്. പിന്നെ ഈ സാധന ചതുഷ്ടയം 4 കാര്യങ്ങളിൽ ഒന്ന് നിത്യാനിത്യ വിവേകം, അല്ലെങ്കിൽ ആത്മാനാത്മ വിവേകം എന്നും പറയട്ടോ. ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസം അറിയാനുള്ള വിവേകം, അല്ലെങ്കിൽ ആ ഡിസ്ക്രിമിനേറ്റീവ് പവർ. രണ്ടാമത്തെ വൈരാഗ്യമാണ്. ആ വൈരാഗ്യം നമുക്കറിയാമോ, എല്ലാറ്റിനോടും ഒരു അതായത് സുഖഭോഗങ്ങളോടൊക്കെ ഒരു ആഗ്രഹല്യായാണല്ലോ വൈരാഗ്യം. നമുക്കറിയാം, ഉപയോഗിക്കണം തന്നെയാണ്. പിന്നെ എന്താ അറിയോ, ശമാധി ഷൽക്ക സമ്പത്തി പറയും. അതായത് ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, അങ്ങനെയാണ് 6 ശമവും ദമവും നമ്മളെപ്പോഴും കേൾക്കുമല്ലോ, ഇന്ദ്രിയ ജയവും മനസ്സിൻ്റെ ജയവും. പിന്നെ ഉപരതി പറഞ്ഞാൽ പതുക്കെ അങ്ങനെ സുഖഭോഗങ്ങളിൽ നിന്ന് പിൻവലിക്കണ ഒരവസ്ഥയാണ്. തിതിക്ഷ നമ്മൾ അറിയാം, എന്താ വെച്ചാൽ ഓപ്പോസിറ്റ്സിനെയൊക്കെ ഒരുപോലെ സഹിക്കുക. അതായത് ചൂട്, തണുപ്പ്, ദുഃഖം, സുഖം, എന്ത് കാര്യമാണെങ്കിലും അതായത് ഓപ്പോസിറ്റ്സിനെയൊക്കെ ഒരുപോലെ സഹിക്കണേനാണ് ദ്വന്ദ്വം. അപ്പോൾ ദ്വന്ദ്വങ്ങളെ ഒരുപോലെ സഹിക്കണേനാണ് തിതിക്ഷ പറയുക. അതായത് ടോളറൻസ് എന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ അത്ര നല്ല വാക്കല്ല, എങ്കിലും ടോളറൻസാണ് ഈ 6 ഈ ശമാധി ഷൽക്ക സമ്പത്തി കേട്ടോ. പിന്നെ ശ്രദ്ധ, അത് വിശ്വാസം. നമുക്ക് ശ്രദ്ധ നമ്മൾ പറഞ്ഞു അതിന് മുമ്പേ, വിശ്വാസവും ആ ഫെയ്ത്ത്, വിശ്വാസം ഇല്ലാണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതാണ് പിന്നെ ശ്രദ്ധ. പിന്നെ സമാധാനം വെച്ചാൽ എന്താ വെച്ചാൽ മനസ്സിൻ്റെ ഏകാഗ്രത കിട്ടുക. അപ്പോൾ സമാധാനമായാലേ ഉള്ളൂ, അതിനാണ് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കാണ് പറയുക. അപ്പോൾ ഇതിനെയാണ്. പിന്നെ അവസാനത്തെ 4ാമത്തെ മുമുക്ഷുത്വവും, അതിനെയാണ് സാധന ചതുഷ്ടയം എന്ന് പറയുക. അതൊക്കെ ഉണ്ടായാലേ, അതായത് ഈശ്വരനെ ഒഴിച്ച് എല്ലാം അനിത്യമാണ്, അല്ലെങ്കിൽ ബ്രഹ്മം അഥവാ ഈശ്വരൻ ഒരാത്മാവ് എന്താ വെച്ചാൽ പറയാം, ഒഴിച്ച് എല്ലാം അനിത്യം. ആ നിത്യാനിത്യ വിവേകത്തോടും പിന്നെ വൈരാഗ്യം എന്താ അറിയോ, ഇഹത്തിലെയും പരത്തിലെയും സുഖങ്ങൾക്കൊക്കെ മോഹം ഇല്ലാതിരിക്കുക. അതാണ് ശരിക്കും ഇഹത്തിലെ സുഖം വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം നമ്മൾ ജീവിക്കണ ലൗകിക സുഖങ്ങൾക്കും ഇനി മരിച്ചു പോയി സ്വർഗത്തിൽ എനിക്കത് കിട്ടും എന്ന് വിചാരിച്ചിട്ടും അത് 2 തരത്തിലുള്ള സുഖഭോഗങ്ങൾക്കും ആഗ്രഹമില്ലാതിരിക്കലാണ് ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ എന്ന് പറയണത്. മീൻസ് വൈരാഗ്യം നമുക്കിവിടെ പറയാം എളുപ്പത്തിന്. അതായത് അതിൻ്റെ അർത്ഥം അതാണ് മീൻ ചെയ്യണം, ഇഹത്തിലും പരത്തിലുള്ള ഒരു സുഖങ്ങൾക്കും മോഹിക്കാതിരിക്കണത്. അപ്പം നിത്യാനിത്യ വിവേകവും ഈ വൈരാഗ്യവും, പിന്നെ പറഞ്ഞില്ലേ ശമം ദമം ഉപരതി തിതിക്ഷ ശ്രദ്ധ സമാധാനം, അതും
പിന്നെ മുമുക്ഷുത്വവും, അതായത് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹവും. അതാണ് 4 സാധന ചതുഷ്ടയം. എപ്പോഴും വരും, ഭഗവത്ഗീതയിലൊക്കെ അത് വരും, കുറേ ദിക്കിലത് വരുന്നുണ്ട് സാധന ചതുഷ്ടയം. അതായത് നിത്യാനിത്യ വിവേകം, വൈരാഗ്യം, പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം എന്നൊക്കെ പറയാം. അത് വേണ്ട, വൈരാഗ്യം എന്ന് പറയാം നമുക്ക്. പിന്നെ സാധന, ശമാധി, ഷൽക്ക, സമ്പത്തി, 6. പിന്നെ മുമുക്ഷുത്വം. ഇത് ഇങ്ങനത്തെ സാധനാ ചതുഷ്ടയ സമ്പന്നന്മാരായിട്ടുള്ള വലിയ വലിയ യോഗീശ്വരന്മാരാൽ അഭ്യസിക്കപ്പെടുന്ന ബ്രഹ്മവിദ്യയും ആരാണ്? ഭഗവതിയാണെന്നാണ്. അതാണ് കാര്യമായിട്ട് പറയണത് കേട്ടോ. എല്ലാ തരങ്ങളിലും, അതായത് രാഗോദ്വേദ, ഇപ്പം ഈ മുനിമാരുടെ കാര്യം പറയണം. മുനിമാരുടെ ഒരു പിന്നെന്താ പറയുക, അഡ്ജക്റ്റീവ്സ് അതൊക്കെ രാഗദ്വേഷാദി എല്ലാ ദോഷങ്ങളും നശിച്ചവരായിട്ടുള്ള, ഇന്ദ്രിയജയം വന്നവർ, അറിയേണ്ടത് അറിഞ്ഞവർ, മുമുക്ഷുക്കൾ, മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പ്രഭാവത്തോടു കൂടിയിട്ടുള്ള മുനിമാർ. ഏതൊരു വിദ്യയാണ് അഭ്യസിക്കപ്പെടുന്നത്? ആ വിദ്യയും ഭഗവതി അല്ലേ? അതായത് ഈ ശമദമാദി അല്ലെങ്കിൽ സാധനാ ചതുഷ്ടയ സമ്പന്നരായിട്ടുള്ള മുനികളാൽ ഏത് ബ്രഹ്മവിദ്യയാണ് അഭ്യസിക്കപ്പെടുന്നത്? അതും ഭഗവതി തന്നെ എന്നാണ് ചുരുക്കത്തിലർത്ഥം. ഏതിൻ്റെ? 9. യാ മുക്തിഹേതുരവിചിന്യ മഹാപ്രഭാവൈഃ അഭ്യസ്യതേ സുനിയതേന്ദ്രിയ സത്വസാരൈഃ മോക്ഷാർത്ഥിഭിർമുനിഭിരസ്തസമസ്തദോഷൈർ വിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി. വലിയ വലിയ യോഗീശ്വരന്മാരെ ഏത് ബ്രഹ്മവിദ്യയാണോ ധ്യാനിക്കണത് അതാണ് ഭഗവതി എന്ന് വെച്ചാൽ എന്താ? അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളേജ്, അതായത് ജ്ഞാനസ്വരൂപിണി. ഇനി 10 വായിക്കാം. 10 അല്ലേ? ശബ്ദാത്മിക വിപുല മൃഗ്യജുഷാം നിധാനമുദ്ഗീത രമ്യപദപാഠവതാം ച സാംനാം ദേവീ ത്രയീ ഭഗവതി ഭവഭാവനായ വാർത്താ ച സർവജഗതം പരമാർത്തിഹന്ത്രി. അപ്പോൾ നമുക്ക് ഈ 10 വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. ശബ്ദാത്മിക ദേവി, ശബ്ദബ്രഹ്മമായ ഓങ്കാരസ്വരൂപിണിയും ആണ് ദേവി. പിന്നെയോ ഹൃഗ്യജുഷാം വിപുലം നിധാനം, ഋഗ്വേദത്തിനും യജുർവേദത്തിനും വേണ്ട രീതിയിലുള്ള ആധാരം, ആശ്രയം, അതും ദേവിയാണ്. അതായത് ദേവിയെ ആശ്രയിച്ചിട്ടാണ് ആ വേദങ്ങൾ. പിന്നെ ഉദ്ഗീതരമ്യ പദപാഠവതാം സാംനാം ച, സാമവേദം, അതായത് സാമവേദം ഉദ്ഗീതം ചെന്താ ഈ പാട്ടുകളുണ്ട്. സാമവേദം വളരെ ഗാനാത്മകമാണത്രേ, വളരെ മ്യൂസിക്കലാണ്. അപ്പോൾ മ്യൂസിക്കലും മനോഹരവും രമ്യം എന്ന് പറഞ്ഞല്ലോ. ഉദ്ഗീതം പറഞ്ഞാൽ വളരെ മ്യൂസിക്കൽ, രമ്യം മനോഹരവും ആയ പദങ്ങൾ, പാഠങ്ങൾ, പദപാഠം, ഇതൊക്കെ അടങ്ങുന്ന സാമവേദത്തിൻ്റെയും ആധാരം ഭഗവതിയാണ്. 3 വേദത്തിൻ്റെയും. ആ 3 വേദമാണല്ലോ പ്രധാനമായിട്ട് പറയുക. അഥർവവേദം പ്രധാനമായിട്ട് ഒരിക്കലും പറയാറില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഋഗ്വേദത്തിനും യജുർവേദത്തിനും വളരെ സംഗീത സാന്ദ്രമായ, ഗാനാത്മകമായ, മനോഹരമായ പദപാഠങ്ങൾ അടങ്ങുന്ന സാമവേദവും, അതായത് ഈ 3 ദേവീ ത്രയി, ഇപ്രകാരം വേദത്രയസ്വരൂപിണിയും ഭഗവതിയാണെന്ന്. ഈ വേദങ്ങളുടെയൊക്കെ ആധാരം, ആശ്രയം ഭഗവതിയാണ്. ഭഗവതി മാത്രമല്ല, ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താ? 6 ഭഗങ്ങളും പൂർണ്ണമായവൾ, ഭഗവാൻ എന്ന് പറയണ പോലെ. ഐശ്വര്യം, യശസ്, കീർത്തി അല്ലേ, ശ്രീ, ഇതെല്ലാം അങ്ങനെ 6 ഗുണങ്ങളും പൂർണ്ണമായിട്ടുള്ള ആളാണ് ഭഗവതി. ഭഗവാനും അതെ, അതാണ് ഭഗവതി. അതായത് ഐശ്വര്യാദി 6 ഗുണങ്ങളാൽ പരിപൂർണയായവളും. പിന്നെയോ ഭവഭാവനായ വാർത്താച്ച, അതായത് ഈ ഭവഭാവനാച്ച എന്താ? ഉപജീവന മാർഗസ്വരൂപിണി എന്ന് പറയാൻ വേണമെങ്കിൽ ചുരുക്കി പറയാച്ചാൽ, അതായത് സംസാരം, ഈ നമ്മളെ ലൗകിക ലോകത്തെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ കൃഷി, നമ്മൾ കൃഷി, പിന്നെ പശുക്കളെയൊക്കെ വളർത്തുക,
പിന്നെ ക്രയവിക്രയം, അതായത് ഈ വാണിജ്യം അല്ലെങ്കിൽ കച്ചവടം, ക്രയവിക്രയം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ വായിക്കൂല. അപ്പോൾ ഈവൻ വൃന്ദാവനത്തിലൊക്കെ പാല് വിൽക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക, വിൽക്കുക, എന്നിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് മേടിക്കുക. അപ്പോൾ ക്രയവിക്രയം. അപ്പോൾ ഈ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വാർത്താരൂപേണ എന്താ ഉപജീവന മാർഗസ്വരൂപിണി എന്ന് പറയാം. വാർത്ത പറഞ്ഞു വെച്ചാൽ അതാണ് കൃഷി, പശുക്കൾ, പിന്നെ അതൊക്കെ ക്രയവിക്രയം, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, എന്നിട്ട് കച്ചവടം, ആ രൂപത്തിലൊക്കെ വർത്തിക്കുന്നതും ഭഗവതി തന്നെയാണെന്ന്. ഉപജീവന സ്വരൂപിണി എന്ന് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഉപജീവന സ്വരൂപിണി, ഉപജീവന മാർഗസ്വരൂപിണി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഉപജീവന മാർഗത്തിൻ്റെ ഒരു ഇതായിട്ട് ആ സ്വരൂപിണിയും ഭഗവതി തന്നെയാണ്. അങ്ങനെ സർവജഗതാം പരമാർത്ഥിഹന്ത്രിയും, അങ്ങനെ ജഗത്തിലെ സർവചരാചരങ്ങളുടെയും പരമാർത്ഥിഹന്ത്രിയും, വലിയ ദുഃഖത്തെ നശിപ്പിക്കുന്നവളും അല്ലെങ്കിൽ നീക്കുന്നവളും നിന്തിരുവഴി തന്നെ. അതായത് എല്ലാ വലിയ വലിയ ദുഃഖങ്ങളെയും പീഡകളെയും ഉന്മൂലനം ചെയ്യുക. റൂട്ടിൽ തന്നെ കളയുക, ഉന്മൂലനം, മൂലത്തുനിന്ന് കളയണ ആളാണ് ഭഗവതി. നമുക്ക് വരുന്ന മഹത്തായ എല്ലാ ആപത്തുകളെയും പീഡകളെയും ഉന്മൂലനം ചെയ്യുന്നവളാണ്. പിന്നെയോ സംസാരത്തിനെ നിലനിർത്താനും അഭിവൃദ്ധിപ്പെടുത്താനുമുള്ള ഈ ഉപജീവന മാർഗസ്വരൂപിണിയാണെന്ന് മാത്രമല്ല, ഈ വേദം ഈ യജ്ഞകർമ്മങ്ങളെയൊക്കെ, അതായത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ യജ്ഞങ്ങളൊക്കെ ചെയ്യണേ, അങ്ങനെ യജ്ഞകർമ്മങ്ങളെയൊക്കെ വിസ്തരിച്ച് ഉപദേശിക്കുന്ന ഈ 3 വേദങ്ങളും ഭഗവതി തന്നെയാണെന്ന്, വേദസ്വരൂപിണിയാണെന്ന്, അതാണ് പറയണത്. അപ്പോൾ ഇതിൽ ഭഗവതി, ഇവിടെ ഉള്ളതെല്ലാം ഭഗവതി എന്ന് തന്നെയാണ് തിരിച്ച് പറയുന്നത്. അപ്പോൾ വേദങ്ങൾ തന്നെ ഭഗവതിയാണ്, വേദത്രയീ സ്വരൂപിണിയാണ്. ഈ 3 വേദങ്ങളും ഭഗവതിയെ ആശ്രയിച്ചിരിക്കുന്നു. എന്താ വേദങ്ങൾ ചെയ്യണത്? ഈ സംസാരത്തിനെ നിലനിർത്താനായിട്ടുള്ള നന്മ വരാൻ, ലോക നന്മയ്ക്കായിട്ട് യജ്ഞകർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഉപദേശിക്കണതാണല്ലോ വേദത്തിലുള്ളത്, അല്ലേ? ആ വേദത്രയവും സ്വരൂപിണിയും ഭഗവതിയാണ്. എല്ലാ പീഡകളെ ഉന്മൂലനം ചെയ്യുന്നവളും ഭഗവതിയാണ്, അല്ലേ? പിന്നെ ഉപജീവന മാർഗസ്വരൂപിണിയും ഭഗവതിയാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് 3 വേദങ്ങളും ഭഗവതിയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലേ? അങ്ങനെ അതാണ് ഈ 10 പറഞ്ഞത് കേട്ടോ. 11 കൂടിയും ചെയ്യാം നമുക്ക് എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. നോക്കട്ടെ. ശബ്ദാത്മിക വിപുല മൃഗ്ജജുഷം, നോക്കട്ടെ, അല്ല പറ്റുമോ അറിയില്ല കേട്ടോ. 11 പിന്നെ ശബ്ദാത്മിക വിപുല മൃഗ്ജജുഷം നിധാന മുദ്ഗീതരമ്യ പദ പാഠവതാം ച സാമ്നം ദേവീ ത്രയീ ഭഗവതി ഭവഭാവനായ വാർത്താ ച സർവജഗതം പരമാർത്ഥി ഹന്ത്രി. 11 കൂടി ചെയ്യാമെന്ന് വയ്ക്കാല്ലേ. മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാരാ ദുർഗാസി ദുർഗഭവസാഗര നൗരസംഗാഃ നൗഹു അസംഗ ശ്രീഹി കൈടഭാരിഹൃദയൈകകൃതാധിവാസാ ഗൗരീ ത്വമേവ ശശിമൗലികൃത പ്രതിഷ്ഠ. അതായത് ഇനി ലക്ഷ്മിയും ഗൗരിയും പാർവതീദേവിയും ഒക്കെ ഭഗവതിയെ പറയണത് കേട്ടോ. ദേവി മേധ അസി, ദേവി അവിടുന്ന് മേധാസ്വരൂപിണിയാണ്. നമ്മൾ മുമ്പ് കണ്ടുല്ലോ. അതായത് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് മേധ എന്നുള്ളത്. അപ്പോൾ അത് മേധാസ്വരൂപിണിയാണ്. അതുകൊണ്ട് അങ്ങനെ മേധാസ്വരൂപിണി ആയതുകൊണ്ട് വിദിതാഖില ശാസ്ത്രസാര, സർവശാസ്ത്രങ്ങളിലെയും തത്വം അറിയുന്ന ബുദ്ധിക്കാണ് മേധ പറയുക. വിദിതാഖില ശാസ്ത്രസാര, അതായത് സർവശാസ്ത്രങ്ങളിലെയും തത്വം, പൊരുള് അറിയുന്ന ബുദ്ധിയാണ് മേധ. ആ അറിവോടുകൂടിയ മേധാസ്വരൂപിണിയാണ് ആര്? ഭഗവതിന്ന്. ആ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അതിനെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധിയാണ് മേധ. ആ മേധാസ്വരൂപിണിയാണ് ഭഗവതി. ദുർഗ അസി, ദുർഗ പറഞ്ഞാൽ എന്താ? ഭക്തി ഇല്ലാത്തവർക്ക് പ്രാപിക്കാൻ. ദുർഗം ചെന്ന കോട്ട എന്നർത്ഥമുണ്ട്. അപ്പോൾ ദുർഗ പറഞ്ഞു വെച്ചാൽ എന്താ ഇവിടെ അർത്ഥമുണ്ട് വെച്ചാൽ, ശരിക്കും ആത്മാർത്ഥ ഭക്തി ഇല്ലാത്തവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ദേവിയാണ് ദുർഗാദേവി.
ദുർഗമുണ്ട്, അതിനൊരു ബ്ലോക്ക് വരും ആത്മാർത്ഥത ഇല്ലെങ്കിൽ. അതായത് നല്ല ഭക്തിയോട് ആത്മാർത്ഥമായ ഭക്തി ഇല്ലാത്തവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ദുർഗാദേവിയാണ് ഭവതി. അസംഗ ദുർഗ ഭവസാഗര നൗഹു. ആർക്കും തന്നെ എളുപ്പത്തിൽ മറുകരയിലെത്താൻ പറ്റാത്ത സംസാര സമുദ്രത്തെ തരണം ചെയ്യാനുള്ള തോണിയാണ് ഭഗവതി. സംസാര സമുദ്രം കിടക്കുന്നത് എളുപ്പമൊന്നുമല്ല. ആർക്കും എളുപ്പത്തിൽ ആ സംസാര സമുദ്രത്തിനെ കടന്നിട്ട് മറ്റേ കരയിലേക്ക് എത്താൻ വളരെ വിഷമാണ്. അങ്ങനെ ആ സംസാര സമുദ്രത്തെ ഈസി ആയിട്ട് വളരെ അയത്നമായിട്ട് തരണം ചെയ്യാൻ ഉള്ള തോണിയാണ് ഭഗവതി. ശ്രീഹി മാത്രമല്ല ശ്രീ ഭഗവതിയാണ്. അപ്പോൾ എവിടെയാണ് കൈടഭ ശത്രു പറഞ്ഞ് നമ്മൾ കണ്ടുല്ലോ, മധുകൈടവന്മാരെ കൊന്നൂല്ലോ. മധുകൈടവന്മാരെ ശത്രു വിഷ്ണു. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? കൈടഭാരി, അതായത് കൈടഭൻ, മധുകൈടവന്മാരുടെ കൈടഭൻ്റെ അരി പറഞ്ഞ ശത്രു. കൈടഭാരി ച വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയകൃതാധിവാസ. ഈ കൈടഭ ശത്രുവായ ഭഗവാൻ വിഷ്ണുവിൻ്റെ മാറിടം വാസസ്ഥലമായവളും അല്ലേ, ശ്രീനിവാസനാണല്ലോ. ശ്രീ ഇവിടെയല്ലേ നിവസിക്കണത് അല്ലേ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അല്ലെങ്കിൽ മാറിടം വാസസ്ഥലമാക്കിയവളും ത്വം ഏവ ഗൗരി, അത് ഭഗവതിയാണ്, ശ്രീ ഭഗവതിയാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. ത്വം ഏവ ഗൗരി, ശ്രീപാർവതിയും അവിടുന്ന് തന്നെയാണ്. ആ രൂപത്തിൽ എന്നിട്ടോ ശ്രീപാർവതിയായിട്ട് ശശിമൗലികൃത പ്രതിഷ്ഠ. ഈ ചന്ദ്രശേഖരൻ്റെ, അതായത് ചന്ദ്രനെ ധരിച്ചിട്ടുണ്ടല്ലോ ശിവൻ, ചന്ദ്രശേഖരൻ്റെ അല്ലെങ്കിൽ ശ്രീ പരമേശ്വരനിൽ ഇരിക്കുന്നവളും അഥവാ അതായത് അർദ്ധനാരീശ്വരിയായിട്ട് ശിവൻ്റെ ശക്തിയായിട്ട് വിളങ്ങുന്നതും ദേവി തന്നെ. അതാണ് പറഞ്ഞത്. അതായത് എന്താ അതിലിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രാഹ്മിയും വൈഷ്ണവിയും രുദ്രാണിയും ഒക്കെ ദേവി തന്നെയാണ് എന്നാണ് പറയണത്. അതായത് ശാസ്ത്രങ്ങൾ അറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന മേധ എന്ന ബുദ്ധി, മേധാസ്വരൂപിണിയാണ് ഭഗവതി. പിന്നെ ഭക്തി ഇല്ലാത്തവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ദുർഗാദേവിയാണ്, ദുർഗം ആണ്. അസംഗം എന്ന് പറഞ്ഞില്ലേ, അതായത് വളരെ അസംഗം ദുർഗഭവ, അതായത് വളരെ കടക്കാൻ വളരെ വിഷമമുള്ള ഈ സംസാര സമുദ്രം കടക്കാനുള്ള തോണിയായിട്ട് വർത്തിക്കുന്നതും ദേവിയാണ്. എന്നുവെച്ചാൽ എന്താ, ദേവി ആശ്രയിച്ചാൽ നമുക്ക് സംസാര സാഗരം വേഗം കടക്കാം എന്നാണ് അർത്ഥം. അതിനത്രേ അർത്ഥമുള്ളൂ. ദേവി തോണിയാണെന്ന് പറഞ്ഞാൽ എന്താ, ദേവി ആശ്രയിച്ചാൽ നമുക്ക് സംസാര സാഗരം അയത്നമായിട്ട് കടക്കാം. പിന്നെ ശ്രീഭഗവതിയാണ്. അതുകൊണ്ട് തന്നെ കൈടഭൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മാറിടം വാസസ്ഥലമാക്കിയിട്ടുള്ള ശ്രീനിവാസൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ശ്രീ ഭഗവതിയാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. ഭഗവതി ഗൗരിയുമാണ്. അങ്ങനെ ശിവൻ്റെ അർദ്ധനാരീ സ്വരൂപമായിട്ടുള്ള അതിൽ ശിവൻ്റെ ശക്തിയായിട്ട് വിളങ്ങുന്നതും ഗൗരിയായി വിളങ്ങുന്നതും ദേവി തന്നെ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മേധാസ്വരൂപിണിയും ദുർഗയും ശ്രീയും സംസാരം കടക്കാനുള്ള തോണിയും ശ്രീ മഹാലക്ഷ്മിയും പാർവതീദേവിയും ഒക്കെ ഭഗവതിയാണെന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് 11 വായിച്ച് നിർത്താം. മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാര ദുർഗാസി ദുർഗഭവ സാഗര നൗരസംഗ ശ്രീ കൈടഭാരി ഹൃദയൈകൃതാധിവാസ ഗൗരി ത്വമേവ ശശിമൗലികൃത പ്രതിഷ്ഠ. അപ്പോൾ ശിവൻ്റെ ശ്രീപാർവതിയും മഹാലക്ഷ്മിയും ഒക്കെ ആയിട്ടുള്ള ഭഗവതിയെ നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.